ദശാബ്ദങ്ങളായി പാകിസ്ഥാനിലെ അദൃശ്യ ഭരണകൂടം അവിടുത്തെ സൈന്യമാണ് എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. ജനാധിപത്യ സർക്കാരുകൾ പേരിനുണ്ടെങ്കിലും സുരക്ഷ, വിദേശ നയം, നിർണായകമായ ആഭ്യന്തര വിഷയങ്ങൾ എന്നിവയിലെല്ലാം അന്തിമ തീരുമാനമെടുക്കുന്നത് റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനമാണ്. ഈ പശ്ചാത്തല ഭരണം ഒരു നിയമപരമായ യാഥാർത്ഥ്യമായി മാറാൻ പോകുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാജ്യത്തിന്റെ ഭരണഘടനയിൽ 27ാമത് ഭേദഗതി കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ പാകിസ്ഥാനിൽ സജീവമാണ്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സർക്കാർ സെനറ്റിൽ അവതരിപ്പിക്കാനൊരുങ്ങുന്ന ഈ ഭേദഗതി പാകിസ്ഥാൻ സൈനിക മേധാവിയായ ജനറൽ ആസിം മുനീറിന്റെ നിയന്ത്രണം ഔദ്യോഗികമായി സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. സൈനിക മേധാവിയെ രാജ്യത്തിന്റെ സർ അഥവാ പരമാധികാരിയാക്കി മാറ്റുന്ന ഈ നീക്കം നിലവിലുള്ള ദുർബലമായ പൗരഭരണത്തിന്റെ പങ്കിനെ ഇല്ലാതാക്കുമോ? ഈ നിർദ്ദിഷ്ട ഭേദഗതി എന്തായിരിക്കും? അതിന്റെ ചരിത്രപരവും രാഷ്ട്രീയപരവുമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് 27ാം ഭരണഘടനാ ഭേദഗതി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാകിസ്ഥാൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 243യിലാണ്. നിലവിൽ ഈ ആർട്ടിക്കിൾ പ്രകാരം ഫെഡറൽ ഗവൺമെന്റിനാണ് സായുധ സേനയുടെ നിയന്ത്രണവും കമാൻഡും. കൂടാതെ സംയുക്ത സേനാ മേധാവി സമിതിയുടെ ചെയർമാൻ, കരസേന, നാവികസേന, വ്യോമസേന മേധാവികൾ എന്നിവരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഈ വ്യവസ്ഥകളിലാണ് സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നത്. പാകിസ്ഥാനിലെ നിർദ്ദിഷ്ട 27ാം ഭരണഘടനാ ഭേദഗതിയുടെ കാതൽ രാജ്യത്ത് ഫീൽഡ് മാർഷൽ ഓഫ് പാകിസ്ഥാൻ എന്നൊരു പുതിയ പദവി സ്ഥാപിക്കുന്നതിലാണ്. ഈ പദവിക്ക് 5 വർഷത്തെ ഔദ്യോഗിക കാലാവധി നിർണയിക്കും. ഇത് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും കാലാവധിയോട് തുല്യമാണ്. ഈ വ്യവസ്ഥ സൈനിക മേധാവിയെ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ കേന്ദ്രസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു. ഈ നിയമപരമായ പരിരക്ഷ സൈനിക മേധാവിയുടെ അധികാരം ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നായി ഭരണഘടനാപരമായി ഉറപ്പിക്കും. ഈ മാറ്റങ്ങൾ ആർട്ടിക്കിൾ 243യിലെ നിയമന അധികാരങ്ങൾ ഫീൽഡ് മാർഷലിലേക്ക് കേന്ദ്രീകരിക്കും. സൈനിക മേധാവി തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഒരു ഭരണഘടനാപരമായ മിഥ്യ ഇതോടെ അവസാനിക്കും. ഇനി സൈനിക മേധാവിക്ക് ഭരണഘടനാപരമായ നിയമസാധുതയോടെ കാര്യങ്ങൾ പരസ്യമായി നിർവഹിക്കാനാകും. പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പറയുന്നത് പോലെ പ്രതിരോധ ആവശ്യങ്ങൾ മാറിയതിനാൽ ആർട്ടിക്കിൾ 243 ഭേദഗതി ചെയ്യുന്നുവെന്ന വാദം ഈ മാറ്റങ്ങൾക്ക് ന്യായീകരണമായി ഉപയോഗിക്കപ്പെടുന്നു. പാകിസ്ഥാൻ രൂപീകരണം മുതൽ അവിടുത്തെ രാഷ്ട്രീയം സിവിൽ സൈനിക ബന്ധങ്ങളിലെ വടംവലികളാൽ നിറഞ്ഞതാണ്. രാജ്യത്തിന്റെ 75 വർഷത്തെ ചരിത്രത്തിൽ സൈന്യം നേരിട്ട് അധികാരം പിടിച്ചെടുത്ത് ഭരണം നടത്തിയ കാലഘട്ടങ്ങളുണ്ട്. ഉദാഹരണത്തിന് ജനറൽ സിയാവുൾ ഹഖ്, ജനറൽ പർവേസ് മുഷറഫ് എന്നിവർ. എന്നാൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ട കാലഘട്ടങ്ങളിൽ പോലും സൈന്യത്തിന്റെ സ്വാധീനം ശക്തമായിരുന്നു. വിദേശ നയത്തിന്റെ രൂപീകരണം, ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾ, ആണവായുധങ്ങളുടെ നിയന്ത്രണം, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ സൈന്യത്തിന്റെ അഭിപ്രായമാണ് എപ്പോഴും മേൽക്കോയ്മ നേടിയിട്ടുള്ളത്. ഈ ഭേദഗതി ഈ സിവിൽ സൈനിക ഹൈബ്രിഡ് സംവിധാനത്തെ ഭരണഘടനാപരമായി സ്ഥാപനവൽക്കരിക്കാനുള്ള ശ്രമമായാണ് വിദഗ്ധർ കാണുന്നത്. അതായത് പതിറ്റാണ്ടുകളായി നടപ്പിലാക്കിയിരുന്ന പ്രവർത്തനപരമായ യാഥാർത്ഥ്യം ഇപ്പോൾ ഔപചാരിക യാഥാർത്ഥ്യമായി, ഫോർമൽ റിയാലിറ്റിയായി മാറുകയാണ്. ഒരർത്ഥത്തിൽ ഈ ഭേദഗതി പാകിസ്ഥാന്റെ ഭരണഘടനയെ തായ്ലാന്റിലെ രാഷ്ട്രീയ സാഹചര്യത്തോട് സാമ്യമുള്ളതാക്കിയേക്കാം. തായ്ലാന്റിനും സൈന്യത്തിന്റെ രാഷ്ട്രീയത്തിൽ ശക്തമായ എന്നാൽ പലപ്പോഴും ഭരണഘടനാപരമായ പിൻബലമുള്ള പങ്കുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇത് പൗരഭരണം സൈന്യത്തിന് കീഴ്പ്പെടുത്തുന്നതിന്റെ വ്യക്തമായ ഭരണഘടനാപരമായ പ്രഖ്യാപനമായിരിക്കും. ജനാധിപത്യപരമായ അധികാര വികേന്ദ്രീകരണത്തെയും സന്തുലിതാവസ്ഥയെയും ഇത് പൂർണ്ണമായും അട്ടിമറിച്ചേക്കാം. ഈ ഭേദഗതി പാകിസ്ഥാന്റെ ഭരണപരവും രാഷ്ട്രീയപരവുമായ തലങ്ങളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും തുല്യമായ പദവിയുള്ള ഒരു സൈനിക മേധാവിയെ സ്ഥാപിക്കുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അധികാരത്തെയും വിശ്വാസ്യതയെയും ഗണ്യമായി കുറയ്ക്കും. സുപ്രധാന നിയമനങ്ങൾ സൈന്യത്തിന്റെ കൈകളിലാകുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്ക് രാജ്യത്തിന്റെ സുരക്ഷാ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ള ഭരണഘടനാപരമായ അധികാരം ഇല്ലാതാകുന്നു. ഇത് സൈന്യത്തെ ഒരു രാഷ്ട്രത്തിനകത്തെ രാഷ്ട്രമാക്കി മാറ്റാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഈ ഭേദഗതിയുടെ അടിയന്തര ലക്ഷ്യങ്ങളിലൊന്ന് നിലവിലെ സൈനിക മേധാവി ജനറൽ ആസിം മുനീറിന്റെ തുടർച്ചയും സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ്. ഭേദഗതി നടപ്പിലായാൽ അദ്ദേഹത്തെ രാഷ്ട്രീയ അസ്ഥിരതകളിൽ നിന്നും നിയമപരമായ വെല്ലുവിളികളിൽ നിന്നും സംരക്ഷിക്കാൻ സാധിക്കും. ഇത് സൈനിക മേധാവിക്ക് ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം നൽകുകയും അദ്ദേഹത്തിന്റെ കാലാവധിക്ക് ഭരണഘടനാപരമായ സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. ഈ നീക്കത്തിന് പിന്നിൽ ഒരു സാമ്പത്തിക അജണ്ടയുണ്ട്. US ചൈനീസ് സ്ഥാപനങ്ങളുമായി ചേർന്ന് നടത്തുന്ന വിഭവ സമാഹരണ പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസന നിക്ഷേപങ്ങളും ദീർഘകാല അടിസ്ഥാനത്തിൽ സൈനിക നിയന്ത്രണത്തിലാക്കാനും സൈന്യം ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
ഈ പശ്ചാത്തലത്തിൽ സൈന്യത്തിന് ഒരു സ്ഥിരവും ഔപചാരികവുമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് കൂടുതൽ സ്ഥിരത നൽകുമെന്നും സൈന്യം വിശ്വസിക്കുന്നു. നിലവിലുള്ള പാകിസ്ഥാൻ ആർമി ആക്ട് 1952 ഭേദഗതി വരുത്തി സൈന്യത്തിന്റെ കമാൻഡ് ഘടനയിൽ മാറ്റങ്ങൾ വരുത്താനും പദ്ധതിയുണ്ട്. സംയുക്ത സേനാ മേധാവി സമിതിയുടെ ചെയർമാൻ എന്ന പദവി നീക്കം ചെയ്യാനും ഫീൽഡ് മാർഷലിന് കീഴിൽ ഒരു വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന പുതിയ പദവി സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. ഈ മാറ്റങ്ങൾ സൈനിക ഘടനയെ കൂടുതൽ കേന്ദ്രീകൃതമാക്കുകയും ഫീൽഡ് മാർഷലിന്റെ അധികാരം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 27ാം ഭരണഘടനാ ഭേദഗതി ഒരു നിർണായക വഴിത്തിരിവാണ്. ദീർഘകാലമായി തുടരുന്ന ഒരു രാഷ്ട്രീയ നാടകം ഒരു ഭരണഘടനാപരമായ യാഥാർത്ഥ്യമായി രൂപാന്തരപ്പെടുന്നു. ഒരു വശത്ത് സൈന്യം വാദിക്കുന്നത് ഇത് ദീർഘകാല ഭരണ ചട്ടക്കൂടിന് സ്ഥിരത നൽകും എന്നാണ്. കാരണം സൈന്യം ഇതിനകം തന്നെ ഫലത്തിൽ നയം രൂപീകരിക്കുന്നുണ്ട്. മറുവശത്ത് ലോകത്തിലെ ഒരു പ്രധാന ആണവ ശക്തിക്ക് അതിൻ്റെ ഭരണഘടനയിൽ തന്നെ സൈനിക ഭരണം ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെടുന്നത് ജനാധിപത്യ തത്വങ്ങൾക്കും പൗരസ്വാതന്ത്ര്യങ്ങൾക്കും നേരെയുള്ള ഒരു പ്രഹരമാകും. ഈ ഭേദഗതി പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും ചർച്ചാ വിഷയമാകും. പാശ്ചാത്യ രാജ്യങ്ങൾ പാകിസ്ഥാനെ ഒരു ജനാധിപത്യ പങ്കാളിയായി കാണുന്നതിൽ ഇത് സംശയം ജനിപ്പിക്കാം. എന്നാൽ പാകിസ്ഥാനിൽ താൽപ്പര്യമുള്ള ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഈ സ്ഥിരതയെ ഒരുപക്ഷെ സ്വാഗതം ചെയ്തേക്കാം. പാകിസ്ഥാന്റെ ഭരണഘടനാ തത്വത്തിൽ ഒരു പൗര നിയന്ത്രിത ജനാധിപത്യമാണോ അതോ സൈനിക മേൽക്കോയ്മയുള്ള ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സ്വേച്ഛാധിപത്യമാണോ എന്ന് ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുന്ന ഒരു പ്രമാണമായിരിക്കും 27ാം ഭരണഘടനാ ഭേദഗതി. നിയമപരമായ ഈ മാറ്റം പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.